വെൽക്കം ടു മോട്ടറിംഗ് ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റും ക്ലീനിങ്ങും കൂടാതെ ബ്രേക്ക് ഷൂ ക്ലീനിങ്ങും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ 12 mm റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബോൾട്ട് ലൂസ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബോൾട്ട് ലൂസ് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒന്ന് മൊത്തമായി ലൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ ആ ബോൾട്ടിനെ കൈവച്ച് ലൂസ് ചെയ്ത് ഊരിയെടുക്കേണ്ടതാണ്. ബോൾട്ട് റിമൂവ് ചെയ്തതിന് ശേഷം കാലിപ്പറിനെ പതുക്കെ ബാക്കിലോട്ട് വലിച്ച് ഊരിയെടുക്കേണ്ടതാണ്. ഈ വീഡിയോയിലെ ഫീൽഡ് ഓണേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പിന്നിൽ വരുന്ന ക്ലിപ്പ് ഊരിയെടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ബോട്ടം എഡ്ജുള്ള ആണിയാണ്. ഹാമറും ഫ്ലാറ്റ് ബോട്ടം നെയിലും യൂസ് ചെയ്ത് ആ പിന്നിനെ മെല്ലെ തട്ടി ഊരേണ്ടതാണ്. ഇപ്പോൾ കാണുന്നത് പാഡും ക്ലിപ്പും ഊരുന്നതാണ്. അതിനുശേഷം മൗണ്ടിംഗ് ബ്രാക്കറ്റ് മെല്ലെ റിമൂവ് ചെയ്യേണ്ടതാണ്. ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെയിൻ ക്ലീനറോ മണ്ണെണ്ണയോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ പാഡ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പിസ്റ്റൻ്റെ അലൈൻമെൻറ്റ് മാറിയിരിക്കുന്നതായി കാണാൻ സാധിച്ചത്. അതായത് പിസ്റ്റൺ ഒന്ന് മുന്നിലോട്ട് വന്നിരിക്കുന്നതായി കാണാൻ സാധിച്ചു. ഇത് കഴിഞ്ഞിട്ടായിരിക്കും പിസ്റ്റൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നതിൽ പിന്നിൻ്റെ അടുത്ത് ചേർന്ന് വരുന്ന ഗ്യാപ്പിലാണ് ക്ലിപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത്. ചിലതിൻ്റെ ക്ലിപ്പ് ലൂസായിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ക്ലിപ്പിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഹോൾഡറിനെ പ്ലെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ടിരിക്കുന്നതായിരിക്കും. ക്ലിപ്പ് പ്രോപ്പറായിട്ടല്ല ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നതായിരിക്കും. മൗണ്ടിംഗ് ബ്രാക്കറ്റിലും കാലിപ്പറിലും ഗ്രീസ് അപ്ലൈ ചെയ്ത് രണ്ടിനെയും ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ ബ്രേക്ക് പാഡും പഴയ ബ്രേക്ക് പാഡും ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ തന്നെ നോക്കി വിലയിരുത്തും. ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുമ്പോൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്യേണ്ടതാണ്. ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രൂവ് മിസ് ചെയ്യരുത്. കാരണം ഗ്രൂവിൻ്റെ ഡസ്റ്റ് അബ്നോർമൽ സൗണ്ടായി മാറുകയും ചെയ്യും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കാണിക്കുന്നത് ബ്രേക്ക് പാഡ് എങ്ങനെ വയ്ക്കാമെന്നാണ്. മൗണ്ടിംഗ് ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാമത്തെ പാഡ് എങ്ങനെ വയ്ക്കാമെന്നാണ്. ഇത് രണ്ട് ബ്രേക്ക് പാഡും വെച്ച് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് മൗണ്ട് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇനിയെല്ലാം റിവേഴ്സ് ഓർഡറിലാണ്. പിന്നാണ് ഫിറ്റ് ചെയ്യുന്നത്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നിൻ്റെ ഹെഡ് കാർഡ്ബോർഡോ എന്തെങ്കിലും കട്ടിയുള്ള വസ്തു ഉപയോഗിച്ച് കവർ ചെയ്യണം. എന്നിട്ട് അതിനെ ഹാമർ കൊണ്ട് മെല്ലെ തട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാമർ ചെയ്യുമ്പോൾ പാഡ് ചാടി വരാത്ത രീതിയിൽ വേണം ഹാമർ ചെയ്യാൻ. ചാടിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോക്ക് റെഞ്ച് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ക്ലിപ്പ് വയ്ക്കുക. ഇനി ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയറിൻ്റെ ക്യാപ്പ് തുറക്കാം. റിസർവോയറിൻ്റെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ്റ്റനെ പുഷ് ചെയ്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. എന്തായിരുന്നാലും നന്നായി റിസർവോയറിൻ്റെ ക്യാപ്പ് തുറന്ന് അതിൻ്റെ ലെവലും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ടോപ്പിക് ആയി കഴിഞ്ഞു, ബ്ലീഡിങ്. ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് രണ്ട് പിസ്റ്റൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുകയാണ്. അതായത് അലൈൻമെൻറ്റ് മാറിയിരിക്കുന്ന പിസ്റ്റനെ അകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ഒടുവിൽ പിസ്റ്റൻ്റെ അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്യിച്ചുണ്ട്. ആ ഒരു ക്ലിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ഇനി പഴയതുപോലെ അതിനെ ഫിറ്റ് ചെയ്യാം. ഇനി രണ്ട് ബോൾട്ടും ഫിറ്റ് ചെയ്യാം. ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാകുന്നതുകൊണ്ട് അതിനെ ടോപ്പപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉള്ളതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത് ഹിമാലയൻ്റെ റിയർ ബ്രേക്ക് പാഡാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. റിയർ സെക്ഷൻ കാലിപ്പർ പിന്നിൽ രണ്ട് ക്ലിപ്പുണ്ട്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ആണി ഉപയോഗിച്ചാണ് ക്ലിപ്പ് റിമൂവ് ചെയ്യുന്നത്. കാരണം ക്ലിപ്പ് ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആണി ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം. ഇതിൽ കാണിക്കുന്നത് പോലെ ഫസ്റ്റ് ക്ലിപ്പ് ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ക്ലിപ്പും ഊരിയെടുക്കാം. പിന്നിനെ പുഷ് ചെയ്ത് നീക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുമ്പോൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പൊടി തൂത്ത് കളയേണ്ടതാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഇളക്കിയെടുത്ത പാഡിനെ എങ്ങനെ റീഫിറ്റ് ചെയ്യാമെന്നാണ്. ഇളക്കിയെടുത്തതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് വെക്കുന്ന സമയത്ത് അത് ലോക്കായിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. കാലിപ്പറിൻ്റെ അസിയിൽ കാണുന്ന സ്റ്റെപ്പിൽ പാഡ് ലോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും. സ്റ്റെപ്പിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഡ് ലോക്കായിട്ടിരിക്കുന്നതായിരിക്കും. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഈ സ്റ്റെപ്പിൽ വേണം
ലോക്ക് ചെയ്ത് വയ്ക്കാൻ. അതിനുശേഷം പിൻ റിമൂവ് ചെയ്തതുപോലെ തന്നെ തിരികെ വെക്കേണ്ടതാണ്. ക്ലിപ്പും വയ്ക്കുക. ഇത്രയേ ഉള്ളൂ റിയർ ബ്രേക്ക് പാഡ് റീസെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്ലാസിക്കിൻ്റെ റിയർ ഡ്രം ബ്രേക്ക് വരുന്ന മോഡലാണ്. ഫസ്റ്റ് വീൽ ആക്സിനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ച് 24 mm ലോക്ക് നട്ട് ലൂസ് ചെയ്ത് ഊരിയെടുക്കണം. ഇനി 30 mm നട്ടും ലൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് 19 mm നട്ടും ലൂസ് ചെയ്യണം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 30 mm 19 mm ടയർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലൂസ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം വീൽ ഊരിയിട്ട് നട്ടുകൾ ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. വീൽ ആക്സിലിനെയും ഇളക്കിയെടുക്കണം. ഫ്ലാറ്റ് എഡ്ജുള്ള ടൂൾ ഉപയോഗിച്ച് അതിനെ ഇളക്കിയെടുക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് പോകുന്നതായിരിക്കും. വീൽ ആക്സിലിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പേസറും കോളറും റിമൂവ് ചെയ്യേണ്ടതാണ്. വീൽ ആക്സിലിൽ തന്നെ ഇളക്കുന്ന പാർട്ടുകൾ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എളുപ്പമായിരിക്കും. ഇനി വീൽ ഊരിയെടുക്കേണ്ടതാണ്. ഇതിൽ കാണിക്കുന്ന പോലെ ഊരിയെടുക്കേണ്ടതാണ്. ഇതിൽ മിഷലിൻ്റെ 120 സെക്ഷൻ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടയറിനെ ഊരി മാറ്റി വെച്ചാൽ മാത്രമേ സ്പോക്കറ്റിന് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. ടയർ ഊരിയെടുത്തതിന് ശേഷം വീൽ ഹബിൽ വരുന്ന ബുഷിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി 30 mm നട്ടും ചെയിൻ അഡ്ജസ്റ്ററും, അതാ 30 mm ഊരിയെടുത്തിട്ടുണ്ട്. ഇനി 19 mm ഊരിയെടുക്കാം. 19 mm ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക് പെഡലിനെയും ക്യാമിനെയും കണക്ട് ചെയ്യുന്ന കണക്ടർ റിമൂവ് ചെയ്യണം. ബ്രേക്ക് കണക്ടറിൻ്റെ നട്ട് ഊരിയെടുത്തതിന് ശേഷം ആ കണക്ടറിൽ തന്നെ നട്ട് പിടിപ്പിച്ച് വെക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ അത് മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി ഒന്ന് പുഷ് ചെയ്ത് ബ്രേക്ക് പ്ലേറ്റും ചെയിൻ പോക്കറ്റും ഊരിയെടുക്കേണ്ടതാണ്. ഇതിൽ കാണിക്കുന്ന പോലെ വേണം ഊരിയെടുക്കാൻ. ഇങ്ങനെയാണ് അതിനകം ഇരിക്കുന്നത്. ഇവിടെ ബ്രേക്ക് ഷൂവിൻ്റെ ഒരു സ്പ്രിങ് വളച്ചിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഉരയുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ബ്രേക്ക് പാഡിലെ സ്പ്രിങ് ചെയിൻ പോക്കറ്റിൽ ഉരയുന്നതായിരിക്കും. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിനെ ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ബ്രേക്ക് ഷൂ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം റീഫിറ്റ് ചെയ്യാൻ അത് എളുപ്പമായിരിക്കും. സെൻട്രൽ പ്രസ് ചെയ്ത് രണ്ട് സൈഡും പൊക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഷൂ പ്ലേറ്റ് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സാൻഡ് പേപ്പർ യൂസ് ചെയ്താണ് ബ്രേക്ക് ഷൂ ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. ഇനി സ്പ്രിങ് എങ്ങനെ വെക്കുമെന്ന് നോക്കാം. രണ്ട് സ്പ്രിങ്ങും ഓപ്പോസിറ്റായിട്ട് വേണം ഹൂക്ക് ചെയ്തിടാൻ അഥവാ കൊളുത്തിയിടാൻ. ഇനി എങ്ങനെ ഷൂ പാഡ് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഷൂ പ്ലേറ്റിൽ രണ്ട് സെക്ഷനുണ്ട്. ഒന്ന് സർക്കുലറും ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റർ പോർഷൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് സ്പ്രിങ് ചാടാത്ത രീതിയിൽ രണ്ട് സൈഡും മെല്ലെ വെക്കുകയാണ് ചെയ്യാനുള്ളത്. ഇനി സ്പോക്കറ്റിനകം ക്ലീൻ ചെയ്യാം. സാൻഡ് പേപ്പർ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തുണി വെച്ച് ഒന്ന് തുടക്കുകയും കൂടെ ചെയ്യണം. ഇപ്പോൾ ഷൂ പ്ലേറ്റ് സെറ്റ് സ്പോക്കറ്റിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷൂ പ്ലേറ്റിൻ്റെ പുറമേ ഉള്ള ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് റിയർ ഹബ് സ്പിൻഡിലാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതിൻ്റെ രണ്ട് സൈഡ് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അത് സ്വിംഗ് ആമിന് കറക്റ്റായിട്ട് വേണം വെക്കാനുള്ളത് ഫിക്സ് ചെയ്യുന്ന സമയത്ത്. അതിലാണ് 30 mm നട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇത് വാഷറൂമാണ്. ഇത് ആ ആക്സിലിൻ്റെ പുറത്ത് വരുന്നതാണ്. അത് കഴിഞ്ഞ് ക്യാമിൻ്റെ സ്പ്രിങ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ്. സെറ്റ് ചെയ്ത പോർഷൻ ഫസ്റ്റ് ചെയിനിൽ കയറ്റുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അത് നേരെ സ്വിംഗ് ആമിലോട്ട് കൊണ്ടുവരികയും റിയർ സ്പിൻഡിൽ ഫസ്റ്റ് കണക്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്.
അത് കഴിഞ്ഞിട്ട് 19 mm വാഷറും നട്ടും ഫിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ചെയിൻ അഡ്ജസ്റ്ററും വെച്ച് 30 mm നട്ടും ഫിക്സ് ചെയ്യേണ്ടതാണ്. ബൈക്ക് ഒന്ന് മെല്ലെ ചരിച്ച് അതിൽ റിയർ വീൽ ഫിറ്റ് ചെയ്യേണ്ടതാണ്. വീൽ ഹബിൽ വരുന്ന പുഷിൻ്റെ ഗ്യാപ്പും ചെയിൻസ് പോക്കറ്റിൻ്റെ അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്ത് വേണം വെക്കാനുള്ളത്. അത് പ്രോപ്പറായിട്ട് ഫിക്സ് ആവുന്നില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യേണ്ടതാണ്, ഇതിൽ കാണിക്കുന്നത് പോലെ. ഇനി കോളറും പേസറും വെക്കേണ്ടതാണ്. വീൽ ആക്സിൽ ചെയിൻ അഡ്ജസ്റ്റർ ഇടണം. എന്നിട്ട് അത് കയറുന്നില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് വീൽ ആക്സിൽ കയറ്റേണ്ടതാണ്. അടുത്ത് 24 mm ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രേക്കിൻ്റെ കണക്ടർ തിരികെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി റിയർ ബ്രേക്ക് സ്വിച്ചും കണക്ട് ചെയ്യേണ്ടതാണ്, ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിയർ ബ്രേക്ക് ഷൂ ക്ലീൻ ചെയ്ത് റീഫിറ്റ് ചെയ്യുന്ന വീഡിയോ. ഇനി അടുത്ത് ചെയിനും കൂടെ ടൈറ്റ് ചെയ്യാനുണ്ട്, അത് മറക്കരുത്. അതിൻ്റെ വീഡിയോ ഇതിലില്ലാത്തത് കൊണ്ട് ഉടനെ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.